മലയുടെ കാര്യമൊക്കെ പറയാം. അതിന് മുമ്പ് ഒരു 2-3 മാസം മുമ്പ് ഞങ്ങളൊരു ചാനലൊക്കെ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും സ്കൂളും മദ്രസൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും പാടെ ഒരു ചാനൽ തുടങ്ങിട്ടോ. ഈ ചാനലില് വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് ഇൻട്രോ ഒക്കെ പറഞ്ഞ് ഒരാൾ 2 മാസം മുമ്പ്, 2 മാസം പോരാ 3-4 മാസം മുമ്പ് പോയതാണ്. ഇന്നാണ് കൈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് അതിൻ്റെ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വന്നിക്കുകയാണ്. ഞങ്ങളൊരു സ്പെഷ്യൽ ലൊക്കേഷനിൽ വന്നിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു സ്പെഷ്യൽ ലൊക്കേഷനാണ്. ഇതാ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്താം. കുണ്ടും കൂടി കൂടെയാണ് വരുന്നേ. അപ്പോൾ അതാണ് ലൊക്കേഷൻ. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഏരിയയാണ്. കിഴ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ. അവിടുന്ന് കുറച്ച് ഉള്ളിൽ വന്നിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ കുറേ മലകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഒരു സ്ഥലം കാണിച്ചു. നമ്മളിപ്പോൾ സ്ഥലത്തേക്കാണ് നമ്മളിങ്ങനെ നേരിട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോകും. ഇങ്ങനെ പോകണം. ചെരിഞ്ഞ് പോയാൽ നമുക്ക് അവിടെ നേരെ എത്താം. വെച്ചിട്ടുണ്ട്. എന്താ ചെരുപ്പൂരൊക്കെ കുറെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കാനൊക്കെ വന്നിട്ട് അതൊക്കെ ഗ്രിപ്പില്ലാത്ത ചെരുപ്പിനൊക്കെയാണ് ഇറങ്ങാനൊക്കെ ഉണ്ടോ ഗ്രിപ്പില്ല. അപ്പം വള്ളൻ്റെ സ്ലിപ്പായിട്ട് പോയി കാക്ക് പറഞ്ഞ പോലെ. പറഞ്ഞ പോലെ ഇവിടെ ആരോ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ അങ്ങോട്ട് കയറി പോവാണ്. ഞാൻ പോയി. ചെറിയ ചെറിയ സ്റ്റെപ്പാണ് ഗൈസിന്റെ. അപ്പൊ ഗൈസ് ഞാനും ഒരുപാട് മുമ്പ് ചെയ്ത ഇൻട്രോക്ക് ശേഷം ഇപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലൊക്കേഷനിൽ വന്നിട്ടാണ്. മറ്റാളവിടെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇതാ വേറൊരാളും കൂടി വണ്ടി ക്ഷീണിച്ചു, ഓടി ക്ഷീണിച്ചു. ഇതിൻ്റെ മുകൾക്ക് കയറുക, താഴത്തേക്ക് ഇറങ്ങുക, മുകൾക്ക് കയറുക, താഴത്തേക്ക് ഇറങ്ങുക, ഇതൊക്കെയാണ് പരിപാടി. മഞ്ഞുമല ബോയ്സിന്റെ മാതിരി അങ്ങ് ഞങ്ങളിവിടെ പേര് ചെയ്തിട്ട് നമുക്ക് അതിനായിട്ടുള്ള കല്ല് നമുക്ക് കിട്ടണം. കിട്ടിയിട്ട് വേണം എഴുതാൻ. നമുക്ക് കല്ല് തോന്നില്ല. ചെരുപ്പിട്ടിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. ചെരുപ്പൊക്കെ ഊരിയിട്ട് മുകളിൽ വെച്ച് കയറുന്നു. എന്നിട്ടാണ് കളിച്ചായിരുന്നു ഇത്രയും നേരം. ചെരുപ്പ് എങ്ങനെ ഇട്ടുക്കണ നോക്കി നോക്ക്. ഇങ്ങനെ ഇട്ടാൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവും. ആ ചെരുപ്പ് നേരെ ഇടാം ആദ്യം. എന്താ പ്രശ്നം എന്നറിയോ? ഇവരുടെ വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിൽ വരുള്ളൂ. എൻ്റെ വീട്ടിൽ വന്നാലേ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നടക്കുള്ളൂ. അത് കാരണമാണ് ഇൻട്രോ ഷൂട്ട് ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നത്. കല്ലിട്ടില്ല പേരേതിൽ ക്യാൻസൽ ഇല്ലെങ്കിൽ അവ എഴുതി മറിച്ചാർന്നു. എങ്കടാ നമുക്ക് ഈ കല്ലെടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു നോക്കാം. പൈസ ആരെയും തലമണ്ട ഗുണ ഞാനാണ് പൊന്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആർക്കും പറ്റൂല. ഞാനെന്താ ഒരു കല്ലെടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാമറമാൻ ഇവിടെ വലിയൊരു ചെരുപ്പിന്റെ അടയാളൊക്കെ. പണ്ട് ഇവിടെ മറ്റേ ആരെങ്കിലും വന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. അതിന്റെ അടയാളായിരിക്കും. ഞാൻ അവിടുന്ന് ഇങ്ങനെ കേറാൻ പോവാ. കാക്കുണ്ടോ? അവിടുന്ന് അങ്ങനെ വേണ്ട ഈ കൂടെ കയറിയാൽ മതി. അത് കൂടെ കയറല് നടക്കില്ല. പറഞ്ഞ പോലെ കൂടെ കയറാൻ പറ്റും കേട്ടോ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ബൊക്കെ വീഡിയോ ഓണാക്കി വെച്ചേക്കാം. എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതാ ഈ ഫോക്കസിൻ്റെ ഇഷ്യൂ വരുന്നത്. ചാലഞ്ച് തുടങ്ങുന്നത് ഞാനാണ്. അവക്കോടെ ഫസ്റ്റ് കയറുന്നത്. ഇവിടാണ് അതിക്കൂടെ ഫസ്റ്റ് കയറുന്നത്. നമുക്ക് നോക്കി അറിയാം. അപ്പോൾ ഗൈസ് റെഡി വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞോടത്ത് കൂടെ കയറി, ഇത് കൂടെ കയറിപ്പോൾ
ചെരുപ്പ് ശരിക്കും ഇട്ട് അങ്ങനെയല്ലടേ ഈ പൊട്ടത്തിയെ ഇത് കൂടെ എങ്ങനെ കയറിപ്പോ ആ ആ കയറിപ്പോ 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 പാലത്തേക്ക് അക്കൂടായിട്ട് മക്കോ ഇവിടെ പോരെ ഇവിടെ പോവാ നമുക്ക് അക്കൂടെ ഒക്കെ പോയിട്ട് വരാം വാ ഇവിടെ 3 തരം മലയുണ്ട് 4 തരം മലയുണ്ട് നമുക്ക് ആ മല കാണിച്ചു തരാം കേട്ടോ ഒന്ന് താത്തി 2 ഇത് 3 അതാ 4 ഇവിടെ ഒന്നുണ്ട് അവിടെ ഒന്നുണ്ട് അപ്പൊ 5 തരണ്ട് 5 മലകളുണ്ട് അപ്പോൾ നമ്മളെ കുന്നത്ത് പോണ ഒരൊറ്റ ചോട്ട് എടുത്താൽ മതി അവൾ അപ്പുറത്തേക്ക് പോയി കിടക്കും അത് അന്നെ അവിടെ നിന്ന് തൂക്കി എറിഞ്ഞാലും അപ്പുറത്ത് പോയി കിടക്കും വേണ്ടല്ലേ ബൊക്കെ വീഡിയോ ഞാൻ മുമ്പ് എപ്പോഴും ഓണാക്കി വെച്ചാണ് അത് ഓഫാക്കാൻ പറ്റുന്നില്ല സെറ്റിങ്സ് ഏത് കോത്താഴത്താണ് പോയി കിടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സോ അത് മാറ്റാനുള്ള ബുദ്ധിമുട്ട് സോ അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് ഈ ഫോക്കസിങ്ങിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് പുറകണ കാരണം അപ്പോൾ അവിടെ ഒരു സ്കൂട്ടി വരുന്നപ്പോൾ അത് വൃത്തിയാണ് കഴിച്ചു അല്ലെങ്കിൽ പറഞ്ഞു ഇവിടെയൊക്കെ രാവിലെ ശനിയും ഞായറും വരുന്നത് ഇവിടെ ഫുള്ള് തിരക്ക് ആൾക്കാരൊക്കെ ആ അത് പറയുന്നു ഡ്യൂപ്ലിക്കേറ്റ് അല്ല പിന്നെ ഏതാ ഇത് തീയൊന്നും കത്തൂലല്ലോ ഇത് തീയൊന്നും കത്തൂല ഇന്നലെ ഞങ്ങളുടെ മലയിൽ തീ കത്തിയത് കണ്ടിട്ട് പേടിച്ചിരിക്കുന്ന 2 ആൾക്കാർ കേട്ടോ അപ്പൊ ഞാൻ വന്ന എന്റെ പോനും വരില്ലേ സ്നേക്ക് ഡാൻസ് ഉണ്ട് സ്നേക്ക് ഡാൻസ് അതാണത് പക്ഷെ പോയിട്ട് കാര്യമില്ല വന്ന ടൈം പാളിപ്പോയി ഇരുട്ടായി പോയി വരാൻ പറ്റില്ല ഒരു 5 മണി 6 മണി സമയത്തൊക്കെ വന്നാൽ നല്ല ലൊക്കേഷനാണ് കേട്ടോ ഫാമിലി ആയിട്ട് വരാൻ നല്ല അടിപൊളി ലൊക്കേഷനാണ് പക്ഷെ ഒരു വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ അതേപോലെ ഇതേപോലെയുള്ള കിടാങ്ങളെയും കൊണ്ടും വരാൻ പറ്റില്ല കൂത്തിത്തിരിപ്പിന്റെ അങ്ങേയറ്റാണ് പൊട്ടിത്തെറിപ്പുകളാണ് എല്ലാ ഇനി താഴത്ത് പോണോ ഒരു വയസ്സായ ആൾക്കാരോട് വരാൻ പറ്റില്ല അങ്ങനത്തെ സ്ഥലമായിട്ട് വേണമെങ്കിൽ ഒരു ഇതിന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഒരു മിനിറ്റ് കാണിച്ചു തരാം അത്രയും ചെരിഞ്ഞ് കിടക്കുന്ന പ്ലേസ് ആണ് വലിയ ചെരിവ് അല്ലേനും പക്ഷെ കുട്ടികൾക്കൊക്കെ ഇത് വലിയ ചെരിവായിരിക്കും അപ്പോൾ എൻ്റെ മാമാക്ക് നല്ലോണം ഇംഗ്ലീഷ് കയറിക്ക് തീയറിയില്ല അപ്പോൾ മഞ്ഞമലം ബോയ്സിൻ്റെ മാതിരി ഇവിടെ കുറേ ആൾക്കാർ ഇതുണ്ട് അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ ഫോക്കസിന്റെ ഇഷ്യൂ നിഖിലിന് ഇവിടെ ആരോ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ആദ്യ അവളുടെ പേര് എഴുതി വെക്കും ആ ഇവിടെ ആരോ കാ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യ അവളുടെ പേര് എഴുതുന്നുണ്ട് ദിനു ഒന്നും വേറെ എഴുതണില്ലേ ആ ഇവിടെ താഴെ വന്നിട്ട് കല്ലുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്ക് കല്ല് ഈ കല്ലൊക്കെ വെച്ചിട്ട് എഴുതി ഇങ്ങോട്ട് വാ താഴത്തേക്ക് വാ ഇത് കൂടെ വാ വിഴണ്ട നോക്കി വാ മനസ്സിലാവുണ്ടോ അത് കുറച്ചും കൂടി വലുതാക്കി എന്നാ നീ എഴുത് ആദ്യ അവളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ബെൽറ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കൊന്ന് നോക്ക് ഇത് പേരിത് നല്ല മട്ടിപ്പല്ലേ പേരെഴുതട്ടെ പേരെഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇവരെ 3 മണി മുതൽ വിളിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് വരുന്നത് ഇതിന്റെ അപ്പുറത്തുണ്ട് ആനങ്ങമ്മല ശരിക്കത്തെ ആനങ്ങമ്മല ആനങ്ങമ്മലേക്ക് കയറാൻ 15 ഉറുപ്പ്യൊക്കെ ആവും അപ്പോൾ 15 മിനിറ്റൊക്കെ കിട്ടുള്ളൂ വേണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമാതിരി കിട്ടും ഇവിടെ പൈസയും കൊടുക്കണം ഫ്രീ ആണ് ഗൈസ് നീ പേരെഴുതി കഴിഞ്ഞോ ഇല്ല പേരെഴുതി പോയിട്ട്
ഫഹർ എഴുതി ന്യൂ ഉദ്ദീൻ എഴുതി. ഫഹർ എഴുതിയില്ലേ, ന്യൂ ഉദ്ദീൻ എഴുതി. മറ്റുള്ളവിടെ സീരിയസ് ആയിട്ട് നോ ഡിസ്റ്റർബൻസ്. ലൈറ്റ് പോയി കണ്ട. അമ്പിളിമാമനെ കാണണ്ട നമുക്ക്. അമ്പിളിമാമൻ ഇരുട്ടായി ഗൈസ്. 3 മണി മുതൽ വിളിക്കണ ഇവരെ. ഇപ്പോഴാണ് വരുന്നത്. ലൈറ്റ് പോയി, പക്ഷെ ലൊക്കേഷൻ എത്തി. ആ അപ്പൊ ഹാദിയ അവളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഫഹു എന്റെ പേര് എഴുതിയോ? അത് കൊള്ളാം. അതായത് കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ FA ക്യാപിറ്റല്, H സ്മോൾ ലെറ്റർ, R ക്യാപിറ്റല്, U ക്യാപിറ്റല്, D ക്യാപിറ്റല്, മറ്റേ H പിന്നെയും ക്യാപിറ്റല്, U ക്യാപിറ്റല്, H സ്മോൾ ലെറ്റർ, E സ്മോൾ ലെറ്റർ, N ക്യാപിറ്റല്. മിക്സ്ഡ് ആണ്. എന്റെ എന്റെ ഉപ്പ മടി ഇട്ട പേരാണ് ഫഹ്റുദ്ദീൻ. പക്ഷെ ഇത് ഇട്ടൊരു കാര്യമില്ല ഗൈസ്. ഇനി എല്ലാരും ഇങ്ങനെ പക്രു ഇതൊക്കെയാണ് ഗൈസ്. അത് ഇവൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് ഇവന്റെ ഉപ്പ ഏതോ തങ്ങളുടെ അവിടെ പോയിട്ട് നേർച്ചയിട്ട പേരാണ് ഫഹറുദ്ദീൻ എന്നുള്ള പേര്. പക്ഷെ അതില് അർത്ഥം ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ഈമാന്റെ അർത്ഥാണ് ഫഹ്റുദ്ദീൻ ഉള്ള അല്ലേ? ഈമാന്റെ അർത്ഥമൊക്കെ ഉണ്ട്. പക്ഷെ ആള് മോമിനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തങ്ങളുടെ പേരാണ്. അവിടെ ഒരാളെ തങ്ങളുടെ പേരാണ് ഗൈസ്. നമ്മളോടുണ്ട് പേടിക്കണ്ട. വല്ലാത്തൊരു ഇതായി അപ്പോ നേരെ ഉരുട്ടി ഞങ്ങൾ പോവാണ്. അപ്പൊ മലന്റെ ബാക്ക് ലാസ്റ്റ് മലന്റെ ബാക്ക് അമ്പിളിമാമനെ കാണുന്നുണ്ടോ? അമ്പിളിമാമൻ ഫോക്കസ് 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 ആവേ. അമ്പിളിമാമൻ ചെരുപ്പിലൊക്കെ വയർപ്പറ്റി കാൽമെന്ന് വരുന്ന ഈ വയർപ്പൊക്കെ ഇത് മാറ്റി. അപ്പൊ അതാണ് ഇപ്പൊ ഈ ചാനലില് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങള് 3 പേരും ഇതിനു എപ്പോഴും ഉണ്ടാവോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഞാനും പെണ്ണും ആയിട്ടുള്ള ഡെയിലി വ്ളോഗ്സ്, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കുള്ള ഡെയിലി വ്ളോഗ്സ്, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഈ ചാനലിൽ വരിക. നീ ഒറ്റക്കുള്ള കുപ്പിയിലിട്ടേക്ക്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ എന്നാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ഇന്നാണ് ഗൈസ്. ഈ മാസത്തില് ഇന്നാണ് സ്പെഷ്യൽ ഡേ. അതെ, ഈ മാസത്തിലെ സ്പെഷ്യൽ ഡേ ഇന്നാണ്. ഞങ്ങൾക്ക് ഇന്നാണ് ഗൈസ്. നിങ്ങൾക്ക് എന്നാണ് കമന്റ് ചെയ്യണേ. ഞങ്ങൾക്ക് ഇന്നാണ്. ഞങ്ങൾ ഇന്ന് അടിച്ചു പൊളിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു. മല പൊട്ടിച്ചു ഗൈസ്. അതാണ് ഇവള് പറയുന്നത്. അല്ലട്ടോ, ഞങ്ങൾ ഹാപ്പി ആയി എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചിലവര് പറയും അടിച്ചു പൊളിച്ചു. ഞാനും അങ്ങനെ തന്നെ പറയാല്ലേ മാമ. അപ്പൊ ഗൈസ് ഇന്നത്തെ നല്ല ബ്ലോഗായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. മാമ വണ്ടി ഉണ്ടാവും നോക്കണം. ഓഫ് റോഡ് വണ്ടിയാണ്, സീനാണ്. അപ്പൊ അതായിരിക്കും. അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാത്തിരിക്കുക. അപ്പൊ ദിസ് ഈസ് ഹാദിയ. അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോ എല്ലാരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ. അതെ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റ്സും ഒക്കെ പോരട്ടെ. അപ്പോൾ ചാനലില് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ചാനല് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെപ്പോഴും കൂടെ ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റക്കായിരിക്കും ചിലപ്പോൾ വീഡിയോസ് ചെയ്യുക. ചിലപ്പോ രണ്ടാമത്തെ വീഡിയോ അല്ല, ഷൂട്ട് ചെയ്യണത് 2ാമത്തെ തവണയാണ്. വീഡിയോ ഒന്നായിട്ട് തന്നെ വരും. നിങ്ങൾക്കിത് വെറുപ്പാവുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അതെ, വെറുപ്പാണെന്നുണ്ടെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാ. പറഞ്ഞു വന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഞങ്ങള് എല്ലാ സമയത്തും ഒരുമിച്ചുണ്ടാവണമെന്നില്ല. ചില സമയത്ത്
ഞങ്ങൾ 3 ആളുണ്ടാവും. ചില സമയത്ത് ഞങ്ങൾ 2 ആളായിരിക്കും. ഒന്നെങ്കിൽ ഞാനും ദിനും അല്ലെങ്കിൽ ഞാനും പെണ്ണും. ഞങ്ങൾക്ക് അതുവരെ വരാൻ പറ്റൂല ഗൈസ്. എന്താ സ്കൂളും ഇനി വെള്ളിയാഴ്ച ചിലപ്പോ വീഡിയോ ഇറങ്ങും, ചിലപ്പോ ഇനി പിന്നെ സ്കൂള് പൂട്ടിയാണ് ഞങ്ങള് വീഡിയോ ഇറങ്ങുക. ചിലപ്പോ വെള്ളിയാഴ്ച ഇറങ്ങും ഗൈസ്, ചിലപ്പോ ശനിയോ ഞായറോ ഇറങ്ങും കേട്ടോ. പഴയ വീഡിയോസും കുറച്ചുണ്ട്, അതൊക്കെ ഇടയിൽ ഞാൻ ഇടുന്നുണ്ട്. ഇവരുടെയൊക്കെ വീഡിയോസ് പഴയത് കുറച്ചുണ്ട്, അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടയിൽ വിടുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൽ എന്തായാലും ഒരു ഡെയിലി വ്ളോഗ് പോലെ ഈ ചാനൽ കൊണ്ടുപോകാന്നുള്ള പ്ലാനിലാണ്. വേറെ 2 ചാനലുണ്ട്. ഒരു ചാനൽ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുണ്ട്, വേറൊരു ചാനൽ പ്ലാനിങ്ങിലും ഉണ്ട്. ഗൈസ് എന്റെ മാമാക്ക് ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. ഇതിപ്പോ പുതിയാണ്, ഒന്നുമില്ല, അതിപ്പോഴും ഉണ്ട്, അതിൽ വീഡിയോ ഇടണില്ലല്ലോ. ഇപ്പോഴുണ്ട് ഈ യൂട്യൂബ് ചാനലും ഈ യൂട്യൂബ് ചാനലും 2. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇതിന്റെ പേര് ഹാദിയ ദിയ എന്നാണ്. ഇത് വെറുതെ അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ചാനൽ ഞാൻ മറ്റേ ഇവർക്കായിട്ടൊരു ചാനലുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് എല്ലാവരും ഞങ്ങളെ വ്ളോഗ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ലൈറ്റ് പറ്റപ്പോയി, അപ്പൊ ഞങ്ങള് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളെ ലൈറ്റ് നോക്ക്, നല്ല ഉരുട്ടായിട്ടുണ്ട് കേട്ടോ. ക്യാമറയില് അങ്ങനെ ആയോണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ നോക്ക് ക്യാമറയിൽ കുറച്ച് ലൈറ്റ് ഉള്ളതുണ്ടോ ഗൈസ്, നിങ്ങൾ ശരിക്കും കണ്ടോ നല്ല ഇർട്ടേക്കണു ഗൈസ്. ഞങ്ങൾക്ക് കുറച്ചേ കാണാനുള്ളൂ, രാത്രി ആയതുകൊണ്ട് കുറച്ചേ കാണാനുള്ളൂ. അപ്പൊ ഈ കുട്ടികളെ കൊണ്ട് വീഡിയോ എടുക്കണത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ എങ്ങനെയാണോ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമ്മൾ ഡെയിലി വ്ളോഗ് അതാ ഗൈസ് പ്ലെയിൻ ഉണ്ടോ നിങ്ങൾ? അതാണ് ഗൈസ് പ്ലെയിൻ കണ്ടോ? ആ പ്ലെയിൻ ഇതിൽ ഇപ്പൊ കാണിക്കാൻ ഇപ്പൊ അവിടെ കാണാൻ പറ്റില്ല, രാത്രിയായില്ലേ. സൂം ചെയ്തും പോയി അവിടെ നിന്ന്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങള്, ഒപ്പീനിയൻസ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഒക്കെ പറയാം. സോ ദിസ് ഈസ് Hadia. This is Fakhruddin. This is Ashik Rahman. Signing off.